നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അവധിയുടെ ആലസ്യത്തിലൊക്കെ ആണെങ്കിലും നിറയെ വാർത്തകളുള്ള ഒരു ദിവസമാണ്, ഒരു മണിക്കൂറുകൾ തന്നെയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. പതിപോലെ തന്നെ പശ്ചിമേഷ്യ അതേ അശാന്തി തുടരുകയാണ്. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഇറാനും ഇസ്രയേലും പരസ്പരം നടത്തുന്നുണ്ട്. വലിയ തരത്തിലുള്ള മിസൈൽ ആക്രമണം അടക്കമുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകൾ, പുലർച്ചെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഈ രണ്ടിടത്തും ഏതാണ്ട് 1.5-2 മണിക്കൂറിൻ്റെ വ്യത്യാസം തന്നെയുണ്ട്. എന്തൊക്കെ കാഷ്വാലിറ്റീസ് ഇതുവരെ സംഭവിച്ചു എന്നത് ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും G7 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തിരിക്കും. ഇന്ത്യയുടെ നിലപാട്, പശ്ചിമേഷ്യൻ ഇഷ്യൂവിൽ ഇന്ത്യയുടെ നിലപാട് എന്തെന്ന് കൃത്യമായി G7 വേദിയിൽ പ്രധാനമന്ത്രി അറിയിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. ഒപ്പം സംസ്ഥാനത്ത് ശക്തമായ അതിതീവ്ര മഴയാണ്. മലബാർ മേഖലയിൽ 5 ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്. എന്നാൽ നിലമ്പൂരിലെ പ്രചരണ ചൂട്, തെരഞ്ഞെടുപ്പ് ചൂട് അവസാനിക്കുന്നില്ല. ഇന്ന് സ്റ്റാർ പ്രചരണങ്ങളാണ്. പ്രിയങ്ക ഗാന്ധിയുണ്ട്, യൂസഫ് പട്ടാനുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്. അങ്ങനെ വളരെ സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ദിവസം കൂടിയാണ്. ചുരുങ്ങിയ ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ഇനി ജനവിധിക്ക്, നിലമ്പൂരിലെ ജനങ്ങളുടെ ജനവിധിക്ക് ബാക്കിയുള്ള വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടൽ അതിരൂക്ഷം. ഇസ്രയേലി നഗരങ്ങൾക്ക് മേൽ ഇറാന്റെ മിസൈൽ വർഷം. ശക്തമായി തിരിച്ചടിച്ച ഇസ്രയേൽ എണ്ണപ്പാടങ്ങൾ തകർത്തു. നാളെ തുടങ്ങുന്ന G7 ഉച്ചകോടിയിൽ സംഘർഷം ചർച്ചയാകും. പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഉച്ചകോടിയിൽ ഇന്ത്യ നിലപാടറിയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കാനഡയിലേക്ക് തിരിക്കും. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട്, മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. പലയിടത്തും വെള്ളക്കെട്ട്, വ്യാപക കൃഷിനാശം. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ്. മലയാളി രഞ്ജിതയുടേതടക്കം DNA ഫലങ്ങൾ ഉടൻ പുറത്തുവരുമെന്ന പ്രതീക്ഷ. കെനിയയിൽ ബസ് അപകടത്തിൽ മരണപ്പെട്ട 5 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ 8:45 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക്. ആര്യൻ ഷൗക്കത്തിനായി പ്രിയങ്ക ഗാന്ധി ഇന്ന് മണ്ഡലത്തിൽ. സ്വരാജിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ വൻനിര. PV അൻവറിനായി യൂസഫ് പത്താന്റെ റോഡ് ഷോയും ഇന്ന്. NDAയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത വിഴിഞ്ഞം ഹാർബറിനെ ശ്വാസം മുട്ടിക്കുന്നു. തൊഴിലാളികൾക്ക് പ്രാഥമിക സൗകര്യം പോലുമില്ല. കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത് 72 കോടിയുടെ പ്ലാൻ. അമൃത ന്യൂസ് അന്വേഷണ പരമ്പര കണ്ണീർ കടലോരം. സംസ്ഥാനത്ത് നാളികേരത്തിന്റെ വില കുതിച്ചുയരുന്നു. 2 ആഴ്ചയ്ക്കിടെ വെളിച്ചെണ്ണയുടെ വില കൂടിയത് 2 തവണ. 1 ലിറ്ററിന്റെ വില 400 രൂപയ്ക്കടുത്ത്. അമൃത ന്യൂസ് സ്പെഷ്യൽ. ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ രാത്രിയിലും ഇസ്രയേലി നഗരങ്ങൾക്ക് മേലും ഒപ്പം ഇറാനിലും കനത്ത മിസൈൽ ആക്രമണമുണ്ടായി. ഇസ്രയേലിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വിവിധ നഗരങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ഇറാന്റെ എണ്ണപ്പാടങ്ങളിലടക്കം ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തി. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വ്യാപക നാശനഷ്ടവുമുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മായ ചേരുകയാണ്. മായ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങോട്ടും വളരെ ശക്തമായ അതിരൂക്ഷമായ വ്യോമാക്രമണം തന്നെയാണ് ഇസ്രയേലും ഇറാനും കഴിഞ്ഞ രാത്രിയിൽ നടത്തിയത്. എന്തൊക്കെ നാശനഷ്ടങ്ങൾ, എന്തൊക്കെ കാഷ്വാലിറ്റീസ് ഉണ്ടായി എന്ന് ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അടുത്തെങ്ങും ഒരു സമവായത്തിനോ ചർച്ചകൾക്കോ സമാധാന ശ്രമങ്ങൾക്കോ യാതൊരു ചാൻസും കാണുന്നില്ല.
തീർച്ചയായും സ്വപ്ന, പശ്ചിമേഷ്യയിൽ കൂടുതൽ സ്ഥിതി സങ്കീർണമാവുകയാണെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഈ കഴിഞ്ഞ തുടർച്ചയായ രണ്ടാം ദിവസവും ഈ കഴിഞ്ഞ രാത്രി കടന്നുപോയത് ഇരു രാജ്യങ്ങൾക്ക് മുകളിലും ശക്തമായ ഒരു മിസൈൽ വർഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ഇറാനെയും ഒപ്പം ഇറാൻ ഇസ്രായേലിലേക്കും കനത്ത മിസൈൽ വർഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇസ്രായേലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടെല്ലവീവിലാണ് ശക്തമായ ആക്രമണം ഉണ്ടായത്. ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിലും ശക്തമായ ആക്രമണമാണ്, മിസൈൽ ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിൽ ശക്തമായി ഉണ്ടായിരിക്കുന്നത് ടെല്ലവീവിലാണ്. ഒപ്പം പുറത്തു വരുന്നൊരു വിവരം ഒരാൾ മരിച്ചുവെന്നും 20ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. അത് അവിടെ സ്വപ്ന സൂചിപ്പിച്ചതുപോലെ അവിടെ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, നിരവധി കെട്ടിടങ്ങൾക്കൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് മലയാളികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇന്ത്യക്കാരടക്കം മലയാളികളടക്കം നിരവധി പേരുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആളുകളുടെ ബങ്കറിലൊക്കെ ഒളിച്ച് നിൽക്കുവാനായിരുന്നു ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞിരുന്നത്. കഴിഞ്ഞ രാത്രിയിലും സമാനമായി ആളുകളെല്ലാം തന്നെ ബങ്കറിലാണ് കഴിഞ്ഞിരുന്നത്. എന്നിരുന്നാലും ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ തീവ്രത എന്താണെന്നുള്ളത് പുറത്തു വരികയുള്ളൂ. ഒപ്പം ഇസ്രായേലിൻ്റെ യുദ്ധവിമാന നിർമ്മാണ കേന്ദ്രം ആക്രമിച്ചു എന്നുള്ളൊരു അവകാശവാദം കൂടി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒപ്പം ഇസ്രായേലിൻ്റെ ഊർജ്ജ വിതരണ കേന്ദ്രങ്ങളിൽ കനത്ത ഒരു ആക്രമണം ഇറാൻ നടത്തിയെന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇറാനെതിരായ ആക്രമണം ശക്തമായി തുടരുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ഈ മിസൈൽ ആക്രമണം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഉന്നത അധികാരികളുമായുള്ള ഒരു യോഗം ചേർന്നിരുന്നു. അതിൽ ഇസ്രായേൽ ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ആ ഒരു തിരിച്ചടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഫൈഫ തുറമുഖം ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ ഒരു തുറമുഖ നഗരമാണ്. ഇവിടെ ഒരു ആക്രമണം നടത്തി അതൊരു നേട്ടമായാണ് ഇറാൻ എടുത്തു കാണിക്കുന്നത്. ഈ തുറമുഖ നഗരം നമുക്കറിയാം ഇവിടെ ഓയിൽ ഡിപ്പോ അടക്കം ഉള്ളതാണ്. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നഗരത്തിനെ ആക്രമിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇറാൻ ഒരു നേട്ടമായി എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇറാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാനിലെ ടെഹ്റാനിലാണ് ഈ ഇസ്രായേൽ തലങ്ങും വിലങ്ങും ശക്തമായ ഒരു ആക്രമണം കഴിഞ്ഞ രാത്രി മിസൈൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഇറാൻ്റെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസത്തെ ആക്രമണങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. ഇറാൻ്റെ നട്ടെല്ലാണ് എണ്ണപ്പാടം എന്ന് പറയുന്നത്. സാമ്പത്തിക സ്രോതസ്സാണ്, സാമ്പത്തിക ശക്തിയാണ് ഈ എണ്ണപ്പാടങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഇസ്രായേൽ പ്രധാനമായും ആക്രമണം നടത്തുന്നത്. ഇതിൽ ഷെഹ്റാൻ എണ്ണ ഡിപ്പോ അവിടെയാണ്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയാണ്. അവിടെ എണ്ണ ഡിപ്പോയാണ്. അവിടെയാണ് ഒരു ശക്തമായ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തീഗോളങ്ങളും ഒപ്പം ബ്ലാസ്റ്റുകളും ഒക്കെ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കം പ്രചരിക്കുന്നുണ്ട്. ആ മേഖലയിൽ ആളുകളൊക്കെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഇറാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എത്ര നാശനഷ്ടങ്ങൾ അടക്കം ഉണ്ടായി എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വരും മണിക്കൂറുകൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഒപ്പം ഇറാൻ്റെ പ്രതിരോധ ഗവേഷണ കേന്ദ്രവും അതിൻ്റെ ആസ്ഥാനവും നശിപ്പിച്ചു എന്നുള്ള ഒരു അവകാശവാദം കൂടി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഇറാൻ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ വീഡിയോകളടക്കം പ്രചരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇനി ഇതിലൊരു ചർച്ചയ്ക്കൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി അത് ഉണ്ടാകും. അതിനൊരു ചർച്ചയ്ക്കും മറ്റും സാധ്യതയില്ല എന്നാണ് ഇറാൻ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിറിയ, ഇറാൻ ഒപ്പം ജോർദാൻ വ്യോമ മേഖല അടച്ചിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും നിരവധി ഇന്ത്യക്കാരടക്കമുണ്ട്. ഇപ്പോൾ ഈ സ്ഥിതിഗതികളൊക്കെ കേന്ദ്രം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് ഇപ്പോൾ കേന്ദ്രം കടന്നിട്ടില്ല. നമുക്കറിയാം ഇസ്രായേലിലടക്കം മലയാളികളുണ്ട്, ഇറാനിലടക്കം ഇന്ത്യക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രം സ്ഥിതിഗതികളൊക്കെ ശക്തമായി നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും പശ്ചിമേഷ്യ ഇപ്പോഴും അശാന്തമായി തുടരുകയാണ് സ്വപ്ന. കഴിഞ്ഞ ദിവസം രാത്രിയിലെ ആ വിഷ്വൽസാണ് നമ്മൾ സൈഡ് ബോക്സിൽ കണ്ടത്. വളരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് പരസ്പരം ഇസ്രയേലും ഇറാനും തമ്മിൽ നടത്തിയത്. നമുക്കറിയാം മായ സൂചിപ്പിച്ചതുപോലെ ഇറാനിൻ്റെ ഒരു നട്ടെല്ല് തന്നെയാണ് അവിടുത്തെ എണ്ണപ്പാടങ്ങൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇറാന് മേൽ ഈ ലോകരാഷ്ട്രങ്ങൾ വലിയ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അവർക്ക് ഈ എണ്ണ വ്യാപാരം നടത്തുന്നതിന് വലിയ തടസ്സമുണ്ട്. അതുതന്നെയാണ് വലിയ ഒരു 60-65% ആളുകൾ ഇറാനിൽ ഒരു ദാരിദ്ര്യത്തിൻ്റെ വക്കിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ മറികടക്കുന്നതിനായിട്ടാണ് ഒരുപക്ഷെ അമേരിക്ക അടക്കമുള്ള വൻ ശക്തികളുമായി ചർച്ചയ്ക്ക് തന്നെ ഇറാൻ തയ്യാറായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ എണ്ണപ്പാടങ്ങളിലേക്കടക്കമാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഏറെ ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ ഇറാനിലെ ആണവ റിയാക്ടറുകൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണം. പക്ഷേ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് ഈ ഭൂമിക്ക് മുകളിൽ നിന്ന് ഒരുപാട് താഴെയാണ്, ഏതാണ്ട് 1
കിലോമീറ്ററോളമൊക്കെ താഴെയാണ്, ഒരു 500-1000 മീറ്ററൊക്കെ താഴെയാണ് ഈ ആണവ റിയാക്ടറുകളും അവർ സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയം അടക്കം സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ ആക്രമണമെല്ലാം ഉണ്ടാകുന്നത് ഈ മേൽഭാഗത്താണ്, ഈ നിർമ്മിതികളുടെ മേൽഭാഗത്താണ്. അതുകൊണ്ട് േണ്ട തരത്തിലുള്ള ഒരു തരത്തിലേക്ക് ഒരു ആണവ വികിരണമടക്കം ഈ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറിച്ച് ഇറാൻ നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ടെലവീവിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ അതൊരു പ്രാന്തപ്രദേശം പോലെയുള്ള സ്ഥലമാണ്. അവിടെ ഒരു അറ്റാക്ക് നടത്തേണ്ട കാര്യം ഇറാൻ ഉണ്ടായില്ല. പക്ഷേ അവിടങ്ങളിൽ പോലും ആക്രമണം നടത്തി, വ്യോമാക്രമണം നടത്തി ഒരു സ്ത്രീ, 20 വയസ്സുള്ള ഒരു സ്ത്രീ മരിച്ചതായി അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തുറമുഖ നഗരമായ ഹൈഫയിലേക്ക് അടക്കം ഇവർ ആക്രമണം നടത്തുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഇസ്രയേലും ഇറാനും ചേർന്ന് നടത്തുന്നുണ്ട്. ഇതിന് നടുക്ക് ജോർദാനുണ്ട്, ഈ പറഞ്ഞതുപോലെ ഇറാഖുണ്ട്. ഒരു 10,500 കിലോമീറ്റർ ഒരു വ്യത്യാസത്തിലാണ് ഈ വ്യോമ വർഷങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ലോകം അങ്ങേറ്റം ആകാംക്ഷയോടുകൂടി പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു, അതിസൂക്ഷ്മം നിരീക്ഷിക്കുന്നതുമായാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. G7 ഉച്ചകോടി ഇപ്പോൾ നാളെ തുടങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലേക്ക് അല്പസമയത്തിനകം യാത്ര തിരിക്കും. ഈ ഉച്ചകോടിക്കിടെ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറാൻ-ഇസ്രയേൽ സംഘർഷം ഉച്ചകോടിയിൽ പ്രധാന ചർച്ചയാകും. ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം തീർക്കണമെന്ന നിലപാട് ഇന്ത്യ അറിയിക്കും. നമുക്കറിയാം, ഈ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വലിയ രീതിയിൽ അസ്വാരസ്യങ്ങൾ നേരിട്ടിരുന്നു. ആ നയതന്ത്ര ബന്ധമെല്ലാം വെട്ടിച്ചുരുക്കിയ ശേഷം അതിനുശേഷമുള്ള ഒരു ആദ്യ കൂടിക്കാഴ്ച, ഒരു ഉന്നതതല ചർച്ചയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നത് ശ്രദ്ധേയമാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടികൾ തുടരുകയാണ്. 11 പേരുടെ DNA പരിശോധന ഇന്നലെ പൂർത്തിയായി. മലയാളി രഞ്ജിതയുടേതടക്കമുള്ള വിവരങ്ങൾ, DNA ഫലങ്ങൾ വേഗത്തിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. രഞ്ജിതയുടെ സഹോദരൻ ഹൈദരാബാദിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ പരിക്കേറ്റ പലരും ആശുപത്രി വിട്ടു എന്നുള്ള വിവരം അങ്ങേയറ്റം ആശ്വാസകരമാണ്. അത്ഭുതകരമായി രക്ഷപ്പെട്ട രമേശ് വിശ്വാസ് കുമാർ എന്തായാലും 2 ദിവസത്തിനകം ആശുപത്രി വിടും. ഒരുപക്ഷെ ഒരു അത്ഭുതമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ രക്ഷപ്പെടൽ. അതേസമയം ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിന് 230 പേരുടെ സംഘത്തെ അടക്കം നിയോഗിച്ച് കൃത്യമായ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവർ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് മൃതദേഹം കൈമാറുന്നതടക്കമുള്ള നടപടികൾ ചെയ്യും. മരിച്ച 11 വിദേശ പൗരന്മാരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ വിമാന ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നതടക്കം അറിയാൻ പ്രത്യേക സംഘങ്ങളുടെ അന്വേഷണവും പുരോഗമിക്കുന്നു. 3 മാസത്തിനകം അന്വേഷണ സമിതി എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സമാനമായി നമുക്ക് ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു കെനിയയിലുണ്ടായ ബസ് അപകടം. 5 മലയാളികൾ മരണപ്പെട്ടു. എന്തായാലും അവരുടെ മൃതദേഹങ്ങളെല്ലാം ഇന്ന് രാവിലെ 8:45 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും. മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, മകൾ റൂഹി മെഹ്റിൻ, മാവേലിക്കര ചെറുകോൾ സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, മകൾ ടൈറ റോഡ്രിഗസ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് എത്തിക്കുന്നത്. കെനിയയിൽ നിന്നും കൊണ്ടുവരുന്ന ഭൗതിക ശരീരങ്ങൾക്കും ഒപ്പമുള്ള ബന്ധുക്കൾക്കും ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിന് യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണമെന്നതായിരുന്നു നിബന്ധന. സംസ്ഥാന സർക്കാരിൻ്റെ അതിവേഗ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇതിൽ പ്രത്യേക ഇളവ് അനുവദിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് നോർക്ക റൂട്ട്സ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും. വടക്കൻ ജില്ലകളിൽ മഴ ശക്തി പ്രാപിക്കുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടുണ്ട്. ബുധനാഴ്ച വരെ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്താനും നിർദ്ദേശമുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി വർഷ ചേരുകയാണ്. വർഷ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് 5 വടക്കൻ മേഖലയിൽ 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് എത്രത്തോളം മുൻകരുതലുകൾ നമ്മൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞതുപോലെ തന്നെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും അടക്കം വലിയൊരു ജാഗ്രതാ നിർദ്ദേശം ജനങ്ങളെല്ലാം പാലിക്കേണ്ടതുണ്ട്.
അതേ സ്വപ്ന, ഇന്നലെ ഉച്ചവരെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മാത്രമായിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ ഉച്ചയോട് കൂടിയാണ് വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഇന്നും ഇന്നലെയും കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടാണ്. സമാനമായ രീതിയിൽ ശക്തമായ മഴ തന്നെയാണ് ഇന്നലെ മുതൽ കോഴിക്കോട് അടക്കമുള്ള 5 ജില്ലകളിലും അനുഭവപ്പെടുന്നത്. കോഴിക്കോട് ഇന്നലെ ഉച്ചയോട് കൂടി തന്നെ പലയിടങ്ങളിലും, അതായത് നഗരത്തിലെ പല റോഡുകളിലും വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ നിലവിൽ ഇതുവരെ ആരെയും മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം ചില ആളുകൾ മുൻകരുതൽ എന്ന വണ്ണം വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇതുവരെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഒന്നും തുറക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ മഴ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. കാരണം ഇതിനോടകം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിലായി. ഇനി കുറച്ചുകൂടി വെള്ളം പൊങ്ങിയാൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സമാനമായ അവസ്ഥ തന്നെയാണ് പല മലയോര മേഖലകളിലും. കാരണം മലയോര മേഖലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക ഉരുൾപൊട്ടലാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ അവരോട് പ്രത്യേക ജാഗ്രത പുലർത്താൻ വേണ്ടി ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ ഉയർന്ന കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലുള്ളവരോടും പ്രത്യേക ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ ആളപായം ഒന്നുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ആശ്വാസകരമായ കാര്യം അതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാറ്റ് തന്നെയാണ്. ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ഈ അടച്ചുറപ്പില്ലാത്ത വീടുകളിലുള്ളവരോടെല്ലാം, അതായത് വീട് പോകാൻ സാധ്യതയുള്ള വീടുകളിലുള്ളവരോടെല്ലാം മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ മരം കടപൊഴുകി വിടാനുള്ള സാഹചര്യം ഉള്ളതിൽ നിന്ന് മാറി നിൽക്കാനും, അതേപോലെ പോസ്റ്റ് ഉറപ്പില്ലാത്ത പോസ്റ്റിന്റെ സമീപത്ത് പറഞ്ഞതുപോലെ വർഷ, വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് സംസ്ഥാനത്ത് ഇന്ന് ജനങ്ങളെല്ലാം പുലർത്തേണ്ടത്. 5 ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്. അതിതീവ്ര മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. മഴയുടെ തണുപ്പിനെയൊക്കെ മറികടന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പരസ്യ പ്രചരണം മറ്റന്നാൾ അവസാനിക്കുന്നു. ആര്യടൻ ഷൗക്കത്തിനായി പ്രചരണത്തിന് ഇന്ന് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ വൻനിര സ്വരാജിന് വേണ്ടി നിലമ്പൂരിലുണ്ട്. PV അൻവറിനായി ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ എത്തുന്നു. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയും ഇന്ന് നിലമ്പൂരിലുണ്ട്. ഒപ്പം ഇന്ത്യയുടെ പ്രകടന പത്രിക ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കും. അങ്ങനെ സംഭവബഹുലമായ കാര്യങ്ങളാണ് ഇന്ന് നിലമ്പൂരിൽ സംഭവിക്കുക. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, സ്റ്റാർ ഷോയൊക്കെയാണ് ഇന്ന് നിലമ്പൂരിൽ. വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഇന്ന് അവധി ദിവസം കൂടിയാണ്. പേഴ്സണലി ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് ഓരോ വോട്ടും അവനവന് ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിലാണ്. ആ തന്ത്രം മെനയുന്ന തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ. ഇന്നത്തെ ഒരു ചിത്രം എങ്ങനെയായിരിക്കും നിലമ്പൂരിൽ? സ്വപ്ന, തീർച്ചയായും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും എല്ലാം ശ്രമിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കാൻ, ഇതിന് ആവേശം പകരാനാണ് നേതാക്കന്മാർ ഇന്ന് മണ്ഡലത്തിലെത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തുന്നു എന്നുള്ളതാണ്. 2 ദിവസം മുൻപേ എത്തേണ്ടതായിരുന്നു. പക്ഷേ വിമാനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് 2 പരിപാടികളാണ് പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂരിലുള്ളത്. ഒന്ന് മൂത്തേടം പഞ്ചായത്തിൽ റോഡ് ഷോ ഉണ്ട്. അത് കഴിഞ്ഞാൽ 4 മണിക്ക് നിലമ്പൂരിലുണ്ട്. ഇങ്ങനെ 2 റോഡ് ഷോകളാണ് പ്രിയങ്ക ഗാന്ധിക്കായി പ്രവർത്തകർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വൻ ജനപങ്കാളിത്തം ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് UDF നേതൃത്വം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിക്ക് ഇന്ന് 3 റാലികളാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളാണുള്ളത്. കഴിഞ്ഞ 3 ദിവസമായി മുഖ്യമന്ത്രി മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 2 റാലികളിലായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നത്. പക്ഷേ ഇന്ന് 3 റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. അമരമ്പലം, പോത്തുകൽ, കരുളായി തുടങ്ങിയ പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പ് റാലികളാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. മറ്റൊരു പ്രത്യേകത, PV അൻവറിന് വേണ്ടി ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ ഇന്ന് മണ്ഡലത്തിലെത്തുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആണ് അദ്ദേഹം. നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്ന് വരെ റോഡ് ഷോ ഉച്ചയ്ക്ക് 2 മണിക്കാണ് അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിലും വലിയ തോതിൽ പ്രവർത്തകരെ എത്തിക്കാനുള്ള പ്രവർത്തനം PV അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇതിനിടയിൽ BJP ഇന്ന് അവരുടെ പ്രകടന പത്രിക, നിലമ്പൂരിനെ സംബന്ധിച്ചെടുത്ത ഒരു പ്രകടന പത്രിക BJP അധ്യക്ഷൻ ഇന്ന് പുറത്തിറക്കും. നമുക്കറിയാം, വന്യമൃഗ ശല്യം, അതുപോലെ തന്നെ ബൈപ്പാസ് തുടങ്ങി നിരവധി വിഷയങ്ങൾ നിലമ്പൂരിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലെല്ലാം BJP അവർ എന്തെല്ലാം ചെയ്യുമെന്ന് കാണിക്കുന്ന പ്രകടന പത്രിക ഇന്ന് BJP അധ്യക്ഷൻ പുറത്തിറക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം ആ തരത്തിൽ എല്ലാ മുന്നണികളും കളത്തിൽ നിറഞ്ഞുകൊണ്ട് വലിയ തോതിൽ മുന്നേറുകയാണ്. PV അൻവറായിരുന്നു തുടക്കത്തിൽ കുറച്ച് പിറകോട്ട് വന്നിരുന്നാൽ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും PV അൻവറും തൻ്റേതായ മേഖലകളിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇടതു വലത് മുന്നണികൾ നേരിട്ടുള്ള അക്രമം നടത്തുന്നു. ഇതിൽ പലപ്പോഴും മതമാണ് ഒരു വിഷയമായി വന്നിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നും ചർച്ചാ വിഷയമാകുമെന്ന് തന്നെയാണ്
കരുതുന്നത്. കഴിഞ്ഞ ദിവസം പെട്ടി വിവാദം ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ അത് ഇന്നലെ വൈകിട്ടോടുകൂടി അത് UDF നേതൃത്വം അവസാനിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും അതുപോലെ തന്നെ മതരാഷ്ട്രീയവും വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാവുകയാണ്. തീർച്ചയായും ശക്തമായ, രസകരമായ, ഭയങ്കര പ്രസ്റ്റീജിയസ് ആയ ഒരു പോരാട്ടത്തിന് എന്തായാലും നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി അമൃതയുടെ പ്രത്യേക അന്വേഷണ പരമ്പര കണ്ണീർ കടലോരം. രാജ്യത്തിൻ്റെ വികസനത്തിന് കവാടമെന്നൊക്കെ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിനെ ഒരുപാട് പറയാറുണ്ട്. ഈ പറഞ്ഞതുപോലെ വിഴിഞ്ഞം തുറമുഖം എത്തുമ്പോൾ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ എന്ത് എന്നത് ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണം മുതലുള്ള ഒരു വലിയ ഒരു അകാരണമായ ആശങ്കയുണ്ടാക്കിയ ഒരു സാഹചര്യം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കുമെന്ന് പറഞ്ഞതിന് ശേഷവും ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത വിഴിഞ്ഞം ഹാർബറിന് ശ്വാസം മുട്ടിക്കുകയാണ്. ആയിരക്കണക്കിന് മത്സ്യബന്ധന യാനങ്ങൾ എത്തുന്ന ഹാർബറിൽ തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലും തുറമുഖ വകുപ്പ് തയ്യാറാക്കിയിട്ടില്ല. 72 കോടി രൂപയുടെ സമ്പൂർണ്ണ നവീകരണ മാസ്റ്റർ പ്ലാനാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറുകളിൽ ഒന്നാണ് വിഴിഞ്ഞം ഹാർബർ. ദിനവും ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളും മത്സ്യയാനങ്ങളുമാണ് വിഴിഞ്ഞം ഹാർബറിലേക്ക് എത്തുന്നത്. എന്നാൽ ഹാർബറിന് മതിയായ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചതും ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. തുറമുഖം യാഥാർത്ഥ്യമായെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ദുരിതാവസ്ഥ തുടരുകയാണ്. വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും അടുക്കാൻ പര്യാപ്തമായ തീരമില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ഒപ്പം വള്ളത്തിലെത്തുന്ന ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നടത്താൻ പോലും ഇവിടെ സൗകര്യമില്ല. മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രധാന വിഷയം വെച്ചാൽ ഒന്ന്, ഇവർക്കുള്ള സ്ഥല സൗകര്യങ്ങൾ കുറവ്. പിന്നെ ഉള്ള സ്ഥലങ്ങൾ തന്നെ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി മത്സ്യത്തൊഴിലാളികൾക്കുള്ള യാനങ്ങൾ വയ്ക്കാനും മറ്റൊക്കെ വയ്ക്കാനുള്ള ഒരു വലിയ സൗകര്യമൊക്കെ ഇല്ല. അതിൻ്റെ പ്രോജക്റ്റൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പോൾ അവരിതാ ഈ കാണുന്ന വലകളൊക്കെ, ഈ വലകളെല്ലാം വെയിലും കൊണ്ട് ഇവർ നശിക്കുക. ഈ ഒരു മാസം കിടന്നിരുന്ന തനിയെ ഇത് എന്താവും, കേടാവും, പൊട്ടിപ്പോവും. അപ്പം ലക്ഷങ്ങളെ നഷ്ടമാണ് ഇവർക്കുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലാൻഡിങ്, ഈ കാണുന്ന ലാൻഡിങ് വല്ല വാർപ്പാണ്. അവിടെയൊക്കെ ഈ മേൽക്കൂര കെട്ടി അവർക്ക് വല തുന്നാനും അവരുടെ സാധനങ്ങൾ സംരക്ഷിക്കാനും പിന്നെ റൂമൊക്കെ കെട്ടി അവർക്കുള്ള എൻജിൻ ഇപ്പോൾ ഭയങ്കര മോഷണം പോകുന്നുണ്ട്. ഈ ബോക്സ് എൻജിനൊക്കെ മോഷണം പോകുന്നു. അപ്പോൾ അവർക്ക് സംരക്ഷിതമായിട്ട് ഒരു റൂമൊക്കെ കിട്ടിയാൽ അവരുടെ യാനങ്ങളൊക്കെ വയ്ക്കും. ഇവിടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 30 വരെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയും കന്യാകുമാരി ജില്ലയുള്ള മത്സ്യത്തൊഴിലാളി വരും. ഒരു എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഒരു 7,000-8,000 വള്ളങ്ങളിവിടെ വരും. ഇത് ഭയങ്കര നമുക്ക് സ്ഥല സൗകര്യം കുറവാണ്. അപ്പോൾ ഉള്ളതിനെ സർക്കാർ സംവിധാനത്തിലൂടെ അവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ നിലവിലുള്ള സ്ഥലങ്ങളിൽ അവരെ സംരക്ഷിക്കുന്ന രീതിക്കുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരണം. 72 കോടി രൂപയുടെ ഹാർബർ നവീകരണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചെങ്കിലും ഇനിയും നിർമ്മാണ അനുമതി ലഭിച്ചിട്ടില്ല. ലാൻഡിംഗ് സെന്ററിന് 24 കോടി രൂപയും 48 കോടി രൂപ ഹാർബർ നവീകരണത്തിനുമായാണ് ഇതിൽ വകയിരുത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിനും ഹാർബറിനുമിടയിലുള്ള 300 മീറ്ററാണ് ഹാർബർ നിർമ്മാണത്തിനായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം. തീരം നവീകരിക്കാൻ 77 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചെങ്കിലും അതും ഇനിയും വൈകുകയാണ്. വിഴിഞ്ഞം പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ വിഴിഞ്ഞം ഹാർബർ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ലായ്മ കാരണം പൊറുതിമുട്ടുകയാണ്. ഇതിന് സർക്കാർ തലത്തിൽ തന്നെ പ്രോജക്റ്റുകൾ ഉണ്ടാകണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിരവധി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികൾ നടക്കുന്ന കോഴിക്കോട് ടൗൺ ഹാളിലെ സ്റ്റേജ് ഭിന്നശേഷി സൗഹൃദമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ടൗൺ ഹാൾ നവീകരിച്ചിട്ടും ഭിന്നശേഷിക്കാർക്ക് സ്റ്റേജിലേക്ക് കയറാനുള്ള റാമ്പ് നിർമ്മിച്ചില്ല എന്നാണ് ആക്ഷേപം. വിവിധ പരിപാടികൾക്കായി എത്തുന്ന ഭിന്നശേഷിക്കാർ സ്റ്റേജിലേക്ക് കയറാൻ കഴിയാത്തതിൽ മടങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. ഐ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും മുഹമ്മദ് റാഫി റോയൽ മ്യൂസിക് അക്കാദമിയുടെയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ഗസ്റ്റായി എത്തിയ 4 ഭിന്നശേഷിക്കാരാണ് ടൗൺ ഹാളിന്റെ സ്റ്റേജിലേക്ക് കയറാൻ കഴിയാത്തതിനാൽ മടങ്ങിപ്പോയത്. ഒരാൾ മാത്രം സദസ്സിലിരുന്ന് പരിപാടിയിൽ പങ്കെടുത്തു. റാമ്പ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ പരിപാടിക്കെത്തിയത്. എന്നാൽ ഒരു വിധേനയും സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതായതോടെ മടങ്ങുകയായിരുന്നു.
ഒരു വർഷം മുമ്പും ടൗൺ ഹാളിൽ നടന്ന ഇവരുടെ തന്നെ പരിപാടിയിൽ ഭിന്നശേഷിക്കാർ പങ്കെടുത്തിരുന്നു. അന്നും റാമ്പില്ലാത്തതിനാൽ സ്റ്റേജിലെത്താൻ വളരെ പ്രയാസപ്പെട്ടു. അന്ന് വിഷയം കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ടൗൺ ഹാൾ നവീകരിച്ചപ്പോൾ റാമ്പ് നിർമ്മിച്ചു കാണുമെന്ന് സംഘാടകരും കരുതി. വിഷയത്തിൽ ഒരു നടപടിയും ഇല്ലാതായതോടെയാണ് ഇപ്പോൾ ഇരു സംഘടനകളുടെയും പ്രസിഡന്റായ കെ മുഹമ്മദ് കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്ക് പരാതി നൽകിയത്. കോഴിക്കോട് ടൗൺ ഹാളിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ പ്രമുഖരും എത്തുന്നുണ്ടെങ്കിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനതിനു വേണ്ടി പരാതി ഭിന്നശേഷി കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നടപടി ഉണ്ടാവുമെന്നാണ് അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നത്. ഞാൻ മേയറുമായിട്ടും അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് ഫോണിൽ, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് അത് അന്വേഷിച്ചിട്ട് വിവരം തരാമെന്ന് മാത്രം പറഞ്ഞു. നിരവധി സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന ടൗൺ ഹാളിൽ ഭിന്നശേഷിക്കാർക്ക് കയറാനുള്ള റാമ്പില്ല എന്നത് വലിയ പോരായ്മ തന്നെയാണ്. ടൗൺ ഹാൾ കെട്ടിടത്തിലേക്ക് കയറാൻ റാമ്പ് ഉണ്ടെങ്കിലും സ്റ്റേജിലേക്ക് കയറാൻ ഇതുവരെ റാമ്പ് നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റാമ്പ് നിർമ്മിക്കണമെന്നാണ് ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. നടൻ മോഹൻലാൽ കൊല്ലം അമൃതപുരി ആശ്രമത്തിലെത്തി. അന്തരിച്ച അമ്മാവൻ ഗോപിനാഥൻ നായരുടെ കുടുംബത്തെ കാണാനായാണ് അദ്ദേഹം എത്തിയത്. അമ്മാവന്റെ മരണസമയം വിദേശത്തായിരുന്ന മോഹൻലാൽ നാട്ടിലെത്തിയ ഉടനെ ബന്ധുക്കളെ കാണാൻ ആശ്രമത്തിലേക്ക് എത്തുകയായിരുന്നു. അമൃതപുരി ആശ്രമത്തിലെ മുതിർന്ന അന്തേവാസികളിൽ ഒരാളായിരുന്നു അന്തരിച്ച ഗോപിനാഥൻ നായർ. കഴിഞ്ഞ 7-ാം തീയതി പുലർച്ചെയായിരുന്നു നടൻ മോഹൻലാലിൻ്റെ അമ്മയുടെ മൂത്ത സഹോദരനായ ഗോപിനാഥൻ നായർ വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ വെച്ച് മരണപ്പെട്ടത്. എന്നാൽ ഈ സമയം മോഹൻലാൽ വിദേശത്തായിരുന്നു. തിരികെ നാട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളെ കാണാൻ അദ്ദേഹം അമൃതപുരിയിലേക്കെത്തി. ആശ്രമത്തിലെത്തിയ അമ്മയുടെ പ്രിയ ശിഷ്യനെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാർ ചേർന്ന് സ്വീകരിച്ചു. ചലച്ചിത്ര നിർമ്മാതാവും നടനും കൂടിയായ ആന്റണി പെരുമ്പാവൂരും ഒപ്പമുണ്ടായിരുന്നു. ഗോപിനാഥൻ നായരുടെ ഭാര്യ രാധാഭായി, മകൾ ഗായത്രി, മരുമകൻ രാജേഷ്, ചെറുമകൾ ദേവിക എന്നിവരെ നേരിൽ കണ്ട് അനുശോചനം അറിയിച്ചു. ഗോപിനാഥൻ നായരായിരുന്നു സഹോദരി ശാന്തകുമാരിയുടെ മകന് മോഹൻലാൽ എന്ന പേര് നൽകിയത്. മോഹൻലാലിനെ അമ്മയുടെ അടുക്കളേക്ക് എത്തിച്ചതും അദ്ദേഹമായിരുന്നു. കുടുംബത്തോടൊപ്പം ചെലവഴിച്ച ശേഷം നടൻ മോഹൻലാൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങി. വിശേഷങ്ങൾ പങ്കുവെച്ച് ഒരു കുട്ടി എന്ന പോലെ വാത്സല്യം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ പ്രിയ നടൻ ഏറെ സമയം അമ്മയോടൊപ്പം ചെലവഴിച്ചു. ആന്റണി പെരുമ്പാവൂരും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയിൽ നിന്നും അനുഗ്രഹം വാങ്ങി. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുമായും മോഹൻലാൽ വിശേഷങ്ങൾ പങ്കുവച്ചു. തനിക്കേറെ പ്രിയപ്പെട്ട ഇടമെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുള്ള അമൃതപുരിയിലേക്ക് വീണ്ടും എത്തുമെന്ന് പറഞ്ഞായിരുന്നു ആശ്രമത്തിൽ നിന്നുള്ള മടക്കയാത്ര. ന്യൂസ്, കൊല്ലം. നമ്മൾ മലയാളികളുടെ ഭക്ഷണശീലങ്ങളിലും രുചികളിലുമൊക്കെ ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് വെളിച്ചെണ്ണ. പക്ഷേ ഇനി അത് എത്രത്തോളം അങ്ങനെ ഉപയോഗിക്കാനാകുമെന്നതാണ് ആലോചിക്കേണ്ടത്. കാരണം വെളിച്ചെണ്ണയുടെ വില 2 തവണ കൂടിയിട്ട് ലിറ്ററിന് 400 രൂപയ്ക്ക് അടുത്തായി. സാധാരണക്കാരൻ്റെ അടുക്കള ബജറ്റ് താളം തെറ്റുന്ന ഒരു അവസ്ഥ. നാളികേരത്തിൻ്റെ വില കൂടുന്നതാണ് വിലവർദ്ധനവിന് കാരണമെന്നാണ് വിലയിരുത്തൽ. കേരം തിങ്ങും നാടാണ് കേരളമെങ്കിലും ഇപ്പോൾ ഈ കേരനാട്ടിൽ നാളികേരം കിട്ടാക്കനിയാവുകയാണ്. കാരണം കേരവൃക്ഷത്തിന്റെ നാട്ടിൽ നമുക്കാവശ്യമായ നാളികേരം പോലുമില്ല. തമിഴ്നാട്ടിൽ നിന്നുമാണ് നിലവിൽ നാളികേരം എത്തിക്കുന്നത്. 1 കിലോ നാളികേരത്തിന് 68 മുതൽ 75 രൂപ വരെയാണ് നിലവിലെ മാർക്കറ്റ് വില. ഇതോടെ സാധാരണക്കാരന്റെ അടുക്കളയിൽ തേങ്ങയരച്ച കറികൾക്ക് പകരക്കാരെ കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. തേങ്ങ ഇപ്പോൾ ഓരോ ദിവസവും 1-2 ദിവസം 1 രൂപ 2 രൂപ വെച്ച് ദിവസം ഓരോ ദിവസങ്ങളും തേങ്ങ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തേക്കാരനെ കിട്ടൂല. ഓട്ടോമാറ്റിക് 68, 69, 70 ആ റേഞ്ചിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്നത്.
അത്യാവശ്യം ഇപ്പം 10 നാളിപ്പോൾ 4 നാളികേരം വാങ്ങണം. അതിൻ്റെ ആൾക്കാരുടെ ഉപഭോഗം കുറയണം. കൊപ്രയ്ക്ക് വില കൂടിയതോടെ വെളിച്ചെണ്ണയ്ക്കും തൊട്ടാൽ പൊള്ളുന്ന വില നൽകണം. വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 400-നടുത്തായി. വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ചെറുകിട കച്ചവടക്കാരും പ്രതിസന്ധിയിലാണ്. ഇതിനിടെ വ്യാജ വെളിച്ചെണ്ണ ബ്രാൻഡുകളുടെ തള്ളിക്കയറ്റവും വിപണിയിലുണ്ട്. അതുപോലെ എണ്ണ 360-370 ആ റേഞ്ചിൽ എണ്ണയുടെ വരെയും വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കൊപ്ര നിലവാരമില്ലാത്ത കൊപ്ര ഉപയോഗിച്ചിട്ട് അതുപോലെ സൾഫർ ഉപയോഗിക്കുന്ന കൊപ്ര കാരണം അതിന് കളർ കണ്ടതിന് അറിയാം, മുകളിലൊരു വൈറ്റ് കളറായിരിക്കും. ആ സൾഫർ ഉപയോഗിക്കുന്ന അഞ്ചൊരു ഉണക്കി കിട്ടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും കൊപ്ര കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സൾഫർ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ നാട്ടിൽ മറ്റുമ്പുറത്തുള്ള കൊപ്ര വെളിച്ച് നല്ല പ്യൂറായിട്ടുള്ള കെമിക്കൽസ് ചേർക്കാത്ത വെളിച്ചെണ്ണയാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ അവിടുന്ന് വരുന്ന എണ്ണയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് വരുന്ന എണ്ണയായിട്ട് ഇവിടെ ഉത്പാദിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മില്ലുകാർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇനി സ്വല്പം കരിക്ക് കുടിക്കാമെന്ന് വെച്ചാലോ അവിടെയും വില വില്ലനാകുന്നുണ്ട്. സാധാരണക്കാരന് കരിക്ക് കുടിച്ച് ദാഹമകറ്റാനും ഒന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അവിടെ സാധനം കുറവായതുകൊണ്ട് വില കൂട്ടി എടുക്കും. സാധനം അവരെ ജോലിക്കൂലി വണ്ടിക്കൂലി ഇതെല്ലാം നോക്കിയല്ലേ കൊടുക്കാൻ ഒക്കുള്ളൂ. അങ്ങനെ ഇവിടെ കൊണ്ടുവരും. പൊതുവെ വില കൂടുതലാണ്. തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാതെ മലയാളികളുടെ അടുക്കളയില്ല. എത്രയൊക്കെ വില വർദ്ധിച്ചാലും ഇവ വാങ്ങാതെ തരവുമില്ല. ആകെയുള്ള മാർഗം വാങ്ങുന്നതിന്റെ അളവ് കുറയ്ക്കുക എന്നതാണ്. എന്നാൽ ആ തീരുമാനമാകട്ടെ കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കും. നാളികേരത്തിന്റെ നാട്ടിൽ തേങ്ങയൊഴിച്ചൊരു കറി കൂട്ടാമെന്ന് വെച്ചാൽ അതിന്ന് ആർഭാടമാണെന്ന് തോന്നിപ്പോകും. എന്നാൽ പിന്നെ വെളിച്ചെണ്ണ തേച്ചൊരു കുളി പാസാക്കിയല്ലോ എന്ന് കരുതിയാലോ അതിനും പറ്റാത്ത സ്ഥിതി. അനുദിനം വർദ്ധിക്കുന്ന നാളികേരത്തിന്റെ വിലയിൽ ചെറുകിട കച്ചവടക്കാരും പൊതുജനങ്ങളും ബുദ്ധിമുട്ടുന്നത് ഒരുപോലെയാണ്. ക്യാമറാമാൻ അനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലയാളി മൊത്തത്തിൽ പെട്ടത് തന്നെ അങ്ങനെയാണ് ആ സ്റ്റോറി കാണുമ്പോൾ തോന്നുന്നത്.